ഉസ്താദ് സിറാജ് പത്രത്തിലൂടെ എഴുതിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ലൈബ്രറികളിലൊക്കെ ഉള്ള പൂർവികരായ മഹത്തുക്കളുടെ പഴയ കാലത്തെ ഗ്രന്ഥങ്ങളുടെ കിതാബുകൾ, ഉദാഹരണത്തിന് ഫതുഹുൽ ബാരി, ഖസായിസുൽ ഖുർആൻ തുടങ്ങിയ പഴയ വഹാബികളൊക്കെ വിദഗ്ധരായ അംഗീകരിക്കുന്ന ഇമാമുമാരാണ് ഗ്രന്ഥങ്ങളാണ്. അതൊക്കെ ഇനി നഷ്ടപ്പെടാത്ത രീതിയിൽ ഡിജിറ്റൽ സംവിധാനത്തോടുകൂടി പഴയത് മുഴുവൻ ശേഖരിക്കണം. ഇല്ലെങ്കിൽ വരും തലമുറയുടെ കയ്യിലേക്ക് എത്തുന്നത് വിദഗ്ധകാരുടെ ടിപ്പണി നടത്തിയ, അവർ പലതും മാറ്റത്തിരുത്തലുകൾ വരുത്തിയ ഗ്രന്ഥങ്ങളായിരിക്കും വരിക. ആ ഒരു കാലത്താണ് ഞാനും നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് എഴുതിയപ്പോൾ ഇന്നത്തെ മർക്കസ് നോളജ് സിറ്റിയുടെ CEO ഡോക്ടർ അബ്ദുസലാം സാർ എന്ന അബുദാബിയിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം ഓടി സൈദിയിലേക്ക് എത്തി. ഞാനാണ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ എടുത്തു കൊണ്ടുവന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ വിദഗ്ധനായ തൻ്റെ ഒരു കുടുംബക്കാരനെ കൊണ്ടുവന്നു. ഉസ്താദുമായി ഞങ്ങൾ ചർച്ച ചെയ്തു. ഉസ്താദത്തിന്റെ ആശങ്ക പറയാം. നിങ്ങൾ നോക്കൂ, പല സംവിധാനങ്ങളിൽ ഏറ്റവും വലിയ സംവിധാനങ്ങളുടെ ധാരാളം സ്ഥാപനങ്ങൾ എവിടെയുണ്ട്. ഉസ്താദുമാർ, പണ്ഡിതന്മാരുണ്ട്, വാദപ്രയോഗത്തിന് പോകുന്നവരുണ്ട്. അവരെയൊന്നും ചിന്തയിലേക്ക് ഇന്ന് വരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. ആശങ്കപ്പെട്ടിട്ട് പറഞ്ഞു, പഴയ ഗ്രന്ഥങ്ങളൊക്കെ ഡിജിറ്റൽ സംവിധാനത്തിൽ ഉണ്ടാവണം, എടുത്തു വെക്കണം. വേണ്ടതുപോലെ നമുക്ക് തൊബ ചെയ്യാം, അല്ലെങ്കിൽ സംവിധാനത്തിൽ ഇരിക്കണം. അത് ഇല്ലെങ്കിൽ ഉള്ളത് എന്താണ്? ചിലപ്പോൾ മാറ്റത്തിരുത്തലുകൾ വരുത്തിയത് ഇനി അടുത്ത കാലത്ത് നമ്മുടെ ലൈബ്രറികളിലേക്ക്, ഗ്രന്ഥാലയങ്ങളിലേക്ക് എത്തിയാൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പഠിച്ചു വളർന്നു വരുന്ന തലമുറ ആയി മാറുന്നത് മറ്റൊന്നായിരിക്കും. വിദഗ്ധത്തിലേക്ക് കാത്തിരക്ഷിക്കട്ടെ. കഴിഞ്ഞ വർഷം സലാഹുദ്ദീനെയും ഞങ്ങളും ഷാർജയിൽ എല്ലാ വർഷവും നടക്കുന്ന ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ഉണ്ടാവും. അവിടുന്ന് ആരെ സ്പോൺസർ ചെയ്തിട്ട് ഫതുഹുൽ ബാരി പറഞ്ഞിട്ട് കിതാബ് കിട്ടും. ഞങ്ങൾ സൈദിയ ദുബായ് ഷെയ്ഖിലുള്ള അവിടെ വന്നിട്ട് ഇത് പൊട്ടിച്ച് ഫതുഹുൽ ബാരി മറിച്ച് നോക്കിയപ്പോൾ തന്നെ അൽബാനിയുടെ ടിപ്പണി ചെയ്തിട്ടുള്ള കിതാബാണത്. അൽബാനിയാണ് അതിലൊക്കെ പണിയെടുത്തിട്ടുണ്ട്. അതിൽ മാറ്റത്തിരുത്തൽ വിധേയാക്കിയിട്ട് തിരിച്ചു നേരെ അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ പറഞ്ഞു, ഷെയ്ഖുനാ ഉസ്താദ്, ഇത് നേരത്തെ എഴുതാനുണ്ടായ കാരണം ഇതാണ്. അങ്ങനെ ഉസ്താദിന്റെ ആ ഗ്രന്ഥ ഞാനാണ് എറണാകുളത്തേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അത് ലോഞ്ചിങ് ചെയ്തത് അബുദാബിയിൽ വെച്ച് 2011 ജൂലൈ മാസത്തിലാണ്. പിന്നെ അതിന്റെ പിറകിൽ ആരും കൂടാവുന്നില്ല. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന നിങ്ങളോട് ഉണർത്തുകയാണ്. നിങ്ങളിപ്പോ എല്ലാ സംവിധാനം പഠിക്കുന്ന ആളുകളാണ്. നമ്മുടെ ലൈബ്രറികളിലൊക്കെ നോക്കണം, പഴയ കാലത്തെ തൊബകളൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഒരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ചിന്തയുണ്ടാവണമെന്ന്